ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്നൊരു തട്ടിക്കൂട്ട് ഫ്രൈഡ് റൈസ് റെസിപ്പി കണ്ടാലോ? സോ ഗൈസ്, ഇതൊരു പ്രോപ്പർ ഫ്രൈഡ് റൈസ് റെസിപ്പി അല്ല. നമ്മുടെ കയ്യിൽ എന്തൊക്കെ വെജിറ്റബിൾസ് ഉണ്ടോ അതൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കാം. നിങ്ങൾക്ക് ഇതിലും കൂടുതൽ വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ അങ്ങനെയും ഉണ്ടാക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് പച്ചമുളക്, സവാള, വെളുത്തുള്ളി, മഷ്റൂം പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞത്, റെഡ് പപ്രിക്ക പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞത്, ദെൻ ലീക്ക്, ലെറ്റസ് ലീഫ്, ഒലീവ്സ്, ക്യാരറ്റ്. ആക്ച്വലി എനിക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാൻ ടൈം കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് മാരിനേറ്റ് ചെയ്തിട്ട് അതപ്പം തന്നെ വറുത്തു. സോ ഈ വറുക്കുന്ന പാനിൽ തന്നെ ആയിരിക്കും നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് എണ്ണ കൂടുതൽ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ചിക്കൻ വറുത്തെടുക്കാം. സോ ഗൈസ്, നമുക്ക് ചിക്കൻ ഫ്രൈ ആവുന്ന ടൈമിൽ ഒരു സോസ് ഉണ്ടാക്കാം ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട്. അതിനുവേണ്ടി കുറച്ച് സോയ സോസ്, ആപ്പിൾ സിഡർ വിനീഗർ. എനിക്കിവിടെ നോർമൽ വിനീഗർ ഭയങ്കര സ്ട്രോങ് ആയിട്ട് തോന്നിയുകൊണ്ടാണ് ഞാൻ ആപ്പിൾ സിഡർ വിനീഗർ യൂസ് ചെയ്യുന്നത്. ദെൻ സോൾട്ട്, ഷുഗർ, മുളക്, കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ സോസ് റെഡി ആയിട്ടുണ്ട്. സോ നമുക്കിനി ഫ്രൈഡ് റൈസിൻ്റെ പ്രിപ്പറേഷനിലേക്ക് കിടക്കാം. ഞാൻ ദെൻ ചിക്കൻ മാറ്റി വെച്ചിട്ട് ആ സെയിം ഓയിലിലേക്ക് സവാള, വെളുത്തുള്ളി ഇട്ട് നല്ലോണം ഫ്രൈ ചെയ്തു. ദെൻ എല്ലാ വെജിറ്റബിൾസും ഇട്ട് കൊടുത്തു. സോ മഷ്റൂം ആക്ച്വലി ഞാൻ സെപ്പറേറ്റ് ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ഈ വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് എല്ലാം കഴിഞ്ഞപ്പോഴാണ് മഷ്റൂമിൽ നിന്ന് വെള്ളം ഇറങ്ങാൻ തുടങ്ങിയത്. അപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത് ഐ മെയ്ഡ് എ മിസ്റ്റേക്ക്. സോ നിങ്ങളങ്ങനെ ചെയ്യുവാണെങ്കിൽ മഷ്റൂം സെപ്പറേറ്റ് ഫ്രൈ ചെയ്തിട്ട് ഇടുക. ഈ മഷ്റൂമിൽ നിന്ന് ഇറങ്ങിയ വെള്ളമൊക്കെ നല്ലോണം ഒന്ന് വറ്റിച്ചിട്ടാട്ടോ ഞാൻ സോസസ് ഒഴിച്ച് കൊടുത്തത്. സോയ സോസ്, ആപ്പിൾ സിഡർ വിനീഗർ. ഇവിടുത്തെ നോർമൽ വിനീഗർ എനിക്ക് ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്തുകൊണ്ടാണ് ഞാൻ ആപ്പിൾ സിഡർ വിനീഗർ യൂസ് ചെയ്യാറ്. അങ്ങനെ അതും ഒഴിച്ച് കൊടുത്തു. ദെൻ സിറാച്ച സോസ്. ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്. എനിക്കിതിൻ്റെ ഒരു സ്പൈസിനെസ് ഫ്ലേവർ ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ അതും കുറച്ച് ഒഴിച്ച് കൊടുത്തു. ദെൻ ഞാൻ പിസ്സ സീസണിങ്, ദെൻ ചില്ലി ഫ്ലേക്സ് ഇതൊക്കെ ഇട്ട് കൊടുത്തു. ഇതൊക്കെ കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്. എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് എനിക്ക് ഈ ഫ്ലേവേഴ്സൊക്കെ ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ അതിട്ട് കൊടുത്തു. ദെൻ സോൾട്ട്, ഇത്തിരി ഷുഗർ, ഈ സോസസിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ. ദെൻ കുറച്ച് വൈറ്റ് പെപ്പറും ഇട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തു. ആക്ച്വലി ഞാൻ ക്വാണ്ടിറ്റി കൂട്ടി ഉണ്ടാക്കുന്നതുകൊണ്ടാട്ടോ സോസസിൻ്റെ അളവും വെജിറ്റബിൾസിൻ്റെ അളവും എല്ലാം കൂട്ടി ഉണ്ടാക്കുന്നത്. ഇതൊക്കെ നല്ലോണം ഒന്ന് മിക്സായി വരുമ്പം ഞാൻ അരിഞ്ഞു വെച്ച ചിക്കനും ഇട്ടു. ആക്ച്വലി ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് 2 ഡേയ്സിലേക്കുള്ള ഫുഡാണ്. അതാവുമ്പോൾ പിന്നെ എനിക്കിനി ഡെയിലി കുക്ക് ചെയ്യണ്ട. ഇതായിരിക്കും ഇനി എൻ്റെ 2 ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ആൻഡ് ഡിന്നർ. അങ്ങനെ ചിക്കനും ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ ഫൈനലി റൈസ് ഇട്ട് കൊടുത്തു. സോ ഗായ്സ്, ഞാൻ ഈ വോയിസ് റെക്കോർഡ് ചെയ്യുമ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് ഞാൻ കുക്ക് ചെയ്യുമ്പോൾ ഇത്രയും സീരിയസ് ആയിട്ടുള്ളൊരു എക്സ്പ്രഷനായിരുന്നു എനിക്കിന്ന്. അങ്ങനെ നമ്മൾ റൈസൊക്കെ മിക്സ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ആ മുളകൊക്കെ എടുത്ത് ഫ്രൈഡ് റൈസൊക്കെ ഇങ്ങനെ കൂട്ടി ടേസ്റ്റ് ചെയ്ത് നോക്കാം. സോ ഫുഡ് അടിപൊളിയായിരുന്നു ഗൈസ്, നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ അത്രയുള്ളൂ ഇന്നത്തെ കുക്കിംഗ് വീഡിയോ. ഹോപ്പ് യു ഗൈസ് എൻജോയ്. ബൈ ബൈ.